ഇവിടെ ശ്രീ സജീവൻ നേരത്തെ എൻ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുപോലെയൊക്കെയുള്ള ലേഖനങ്ങളും പരാമർശങ്ങളും ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചതും കേരള സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വന്നിട്ടുള്ള രാജ്യത്തെ തന്നെ റാങ്കിങ്ങിൽ ഏറ്റവും ഒന്നാമത് തന്നെ എത്തിയ ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇതാണോ അതിലും അപ്പുറത്തേക്ക് കടന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തക സമിതിയിൽ നിന്ന് ആ പാർട്ടിയെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നെഹ്റു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളോടുള്ള വളരെ ശക്തമായ വിമർശനം പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ വളരെ സ്പഷ്ടമായി ആ വിമർശനങ്ങൾ വ്യക്തമായി വായനക്കാരിലേക്ക് എത്തും വിധത്തിലേക്കാണ് അദ്ദേഹം അക്കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിന് നേരത്തെ പ്രശാന്തും അല്ലെങ്കിൽ ഇവിടെ ലാലു ഒക്കെ പറഞ്ഞ പോലത്തെ ഒന്ന് കോൺഗ്രസ്സിന് ഇതിപ്പോൾ ബി ജെ പിക്ക് സഹായകരമായി മാറുന്നു എന്നൊരു വിലയിരുത്തൽ വന്നാൽ അതിന് വഴിയൊരുക്കിയ ഒരു പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞൊരു ഉദാര കാഴ്ചപ്പാടോടെ അദ്ദേഹം അത് പറഞ്ഞോട്ടെ, അവിടെ ഇരുന്നോട്ടെ എന്ന നിലപാട് കോൺഗ്രസിന് സ്വീകരിച്ചു പോകാൻ കഴിയുമോ? മറ്റൊന്ന്, നേതൃത്വത്തിൻ്റെ നേതാവ് അതും പ്രവർത്തക സമിതി അംഗം തന്നെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്നല്ല ഏത് പാർട്ടിക്കും എത്രമാത്രം അത് വകവെച്ചു കൊടുക്കാൻ കഴിയും? ശ്രീകുമാറിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗം അദ്ദേഹം സംസാരിച്ചത് ഒരു ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് എഴുത്തുകാരനായ ശശി തരൂര് അദ്ദേഹം ഉപയോഗിക്കാത്ത വാക്കാണ് സർഗാത്മകമായിട്ടുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അതിനൊന്നും കോൺഗ്രസ് പ്രതികരിക്കേണ്ടതില്ല എന്ന്. ഒരു എഴുത്തുകാരൻ, സാധാരണ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ നടത്തുന്ന പ്രസ്താവനകളെ കോൺഗ്രസ് അംഗീകരിക്കേണ്ടതില്ല, അദ്ദേഹം നടത്തുന്ന ലേഖനങ്ങളെ പരിഹരിക്കേണ്ടതില്ല, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് വെക്കാം. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ശശി തരൂര് MP ആണ്. ശശി തരൂര് വെറും MP അല്ല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചയാളാണ്. ഇത്തരത്തില് ശശി തരൂർ മുൻ കേന്ദ്രമന്ത്രിയാണ്. കോൺഗ്രസിലെ പാർലമെന്റിൽ ഗംഭീരമായിട്ട് കോൺഗ്രസിന് വേണ്ടി ഒരു കാലത്ത് സംസാരിച്ചയാളാണ്. വളരെ ഗംഭീരമായ രൂപത്തിൽ വിഷയത്തിൽ ഊന്നിയിട്ട് സംസാരിക്കുന്ന ഒരു പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ, ഇപ്പൊ പ്രസിഡന്റ് അല്ലല്ലോ, പ്രവർത്തക സമിതിയാണല്ലോ കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും നിർണായക തീരുമാനം എടുക്കേണ്ടത്. ആ പ്രവർത്തക സമിതിയിലെ ഒരു അംഗമായിട്ടുള്ള ആള് അദ്ദേഹമാണ് പറയുന്നത് ഈ കുടുംബാധിപത്യത്തിനെതിരെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഗാന്ധി കുടുംബം ഒന്നും പറയുന്നില്ല, നെഹ്റു കുടുംബം ഒന്നും പറയുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇത് കോൺഗ്രസ്സുകാർ അംഗീകരിച്ച കാര്യമാണ് എന്നാണ് ശ്രീകുമാർ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കോൺഗ്രസ്സുകാർ അംഗീകരിച്ച കാര്യമാണെങ്കിൽ ഭരണഘടനയിൽ അത് ചേർക്കാം. എക്കാലത്തും കോൺഗ്രസിന് നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള ആളുകളാണ് എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം അതിലില്ല. കോൺഗ്രസിന്റെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കോൺഗ്രസിന്റെ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാനും അതിന്റെ ഓരോ പ്രവർത്തകനും മത്സരിക്കാനും അതിന്റെ നേതൃത്വത്തിലേക്ക് എത്താനും പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു കുടുംബം ആ പ്രസ്ഥാനത്തെ എക്കാലത്തും നയിക്കണമെന്ന് അതിൽ പറയുന്നില്ല. വേറെ കാര്യമുള്ളത്, ഇത് ജനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ അംഗീകരിച്ചുകൊണ്ടല്ല. ഇതുകൊണ്ട് പാർട്ടി ദോഷമുണ്ടാകില്ല എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രീകുമാർ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഗാന്ധിയുടെ മൈ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഗാന്ധിയുടെ പുസ്തകം ഉണ്ടല്ലോ, അദ്ദേഹം പലർക്കും അയച്ചുള്ള കത്തുകളുടെ ശേഖരമാണല്ലോ. അതിൽ മോത്തിലാൽ നെഹ്റുവിന് അയച്ച ഒരു കത്തിൽ, മോത്തിലാൽ നെഹ്റു ഒരു കത്തിന്റെ ഭാഗം പറയുന്നത്, പക്ഷെ അത് കോട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ജവഹറിനെ ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതിനുള്ള പക്വതയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. അതായത് മോത്തിലാൽ നെഹ്റു തന്റെ പുത്രനായ ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കണം. അന്ന് അക്കാലത്ത്, കാരണം മോത്തിലാൽ നെഹ്റു ആയിട്ടുണ്ട്, എല്ലാ ആളും ഗാന്ധി പോലെ ഒരു വർഷം മാത്രമല്ലേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗാന്ധിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യം ആ കത്തിൽ, അതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കാണുന്ന കത്തിൽ അത് പറയുന്നത് ഇപ്പൊ വേണ്ട, അത് ഇത്തരം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പക്വതയിലേക്ക് എത്തിയില്ല എന്ന് പറയും. പക്ഷെ പിന്നീട് അദ്ദേഹം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നുണ്ട്, കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുന്നുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ആ സ്ഥാനം കൊതിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു പട്ടേല്. ഗാന്ധി കൊല്ലപ്പെടുന്ന ആദ്യ ദിവസം പോലും വന്ന് പരാതി പറഞ്ഞ് തന്നെ ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ള പരാതിയായിരുന്നല്ലോ. നെഹ്റു ആ ആധിപത്യത്തിലേക്ക് പോകുന്നു. ഇനി പട്ടേലിന്റെ കാലം കഴിഞ്ഞിട്ട് എത്രയോ ഉന്നത ശീർഷരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ അക്കാലത്തുണ്ട്, നിജലിംഗപ്പയെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകളെ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി
എന്താണ് സർവാത്മന പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ. അങ്ങനെ പ്രസിഡന്റ് ആക്കി. അതിനുശേഷം പിന്നീട് അവർ മന്ത്രിയാവുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇന്ദിരാഗാന്ധിയാണ് അധികാരത്തിൽ വരുന്നത്. അവർ കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. ഇതൊന്നും അതിന്റെ ഒരു തിക്തഫലം ഉണ്ടാവുന്ന എങ്ങനെയാണ്? അവിടെയാണ് കോൺഗ്രസിലെ വലിയൊരു പിളർപ്പ്. ഈ സിൻഡിക്കേറ്റ് എന്ന് പറയാം, കോൺഗ്രസിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ജലങ്കപ്പയും പിന്നെ മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ പോകുന്നു. സംഘടന ഞങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പോകുന്നു. ഇന്ദിരാഗാന്ധിക്ക് സ്വാധീനിക്കാൻ പറ്റിയ കൊണ്ട് അവർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൂടെ അടിയന്തരാവസ്ഥയുടെ ഘട്ടമായിട്ട് തൊട്ടൊട്ടുമ്പൊക്കെ സഞ്ജയ് ഗാന്ധി അദ്ദേഹത്തോട് ചേർന്ന കുറെ ആളുകളും ഭരിക്കുന്നൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി 84 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റ് ആയിരുന്ന മൂത്ത മകൻ രാജീവ് ഗാന്ധിയെ കൊണ്ടുവരുന്നു. അപ്പോഴും കോൺഗ്രസിൽ സമുന്നതരായ നേതാക്കന്മാരുണ്ട്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ മരണശേഷം സോണിയാഗാന്ധിയെ കൊണ്ടുവരുമ്പോൾ അവർ പ്രധാനമന്ത്രിയാവണം എന്നുള്ളൊരു ചർച്ച വന്നല്ലോ. ആ സമയത്താണല്ലോ ഈ ശരത് പവാർ ഉൾപ്പെടെയുള്ള ശരത് പവാർ ആ സമയത്ത് ഏറ്റവും പവർഫുൾ ആയ കോൺഗ്രസ് നേതാവായിരുന്നു. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയാക്കാൻ തീർച്ചയായും യോഗ്യനായ ആളായിരുന്നു. ശരത് പവാർ പാർട്ടി വിട്ടു പോകുന്നു. അങ്ങനെ കുറെ പേര് താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തന്നെ പാർട്ടി വിട്ടു പോവുകയാണല്ലോ. അപ്പൊ ഇത്തരത്തിൽ ഇതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടായ പരിക്ക് വളരെ കൂടുതലാണ്. ഒരു കുടുംബം മാത്രം കോൺഗ്രസിനെ ഭരിച്ചാൽ മതി എന്നത് അതിപ്പോ കോൺഗ്രസ്സുകാർ ഇപ്പൊ കുറെ പേര് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ആ സംഘടനയ്ക്ക് അതിനുശേഷം ഉണ്ടായ ഓരോ ഘട്ടത്തിലെയും പിളർപ്പ് ഇപ്പോഴത്തെ എത്ര നേതാക്കന്മാർ ഇപ്പൊ അടുത്ത കാലത്ത് ഇവർക്ക് ശശി തരൂർ ഉൾപ്പെടെ കുറെ ആളുകൾ എതിർത്തിരുന്നല്ലോ. ഈ സോണിയാഗാന്ധിയുടെ ഈ ഒരു നിലപാട്, രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനൊക്കെ എതിർത്തിരുന്ന ആളുകൾ, ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ആള്, അതിനുശേഷം എത്ര പേര് പാർട്ടി വിട്ടുപോയി. അതിൽ ഈ പുതിയ ഘട്ടത്തിൽ ശ്രീ സജീവൻ, പുതിയൊരു ഘട്ടത്തിൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ ശരിയാണ്, പല തവണ കോൺഗ്രസ് ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത തരത്തിലൊക്കെ പരസ്യ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്വരവും രീതിയുമാണോ ഇപ്പോൾ അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്ന് വെച്ചാൽ ഈ ലേഖനമടക്കം ഇവിടം മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഈ ഘട്ടം മുതൽ തരൂരും കോൺഗ്രസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഹ്റു കുടുംബവും അതുപോലെ തരൂരും തമ്മിലുള്ള ബന്ധം കുറെ കൂടി രാഷ്ട്രീയമായി വഷളാകാൻ പോകുന്നതിൻ്റെ ഒരു സൂചന ഇതിൽ ഉണ്ടോ? ശശി തരൂർ ഈ ലേഖനത്തില് നെഹ്റു കുടുംബത്തിനെതിരെ ഒന്നും പറയുന്നില്ല, അവർ പേര് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള ഒന്നാണ്. അത് പല പാർട്ടികളിലേക്കും ഉണ്ടായിട്ടുണ്ട്. അത് ജനാധിപത്യം ദോഷമാണെന്ന രൂപത്തിലാണ് അദ്ദേഹം ലേഖനം പോകുന്നത്. പക്ഷേ അദ്ദേഹം എന്തിനു വേണ്ടി ഇത് എഴുതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ളത് കോൺഗ്രസിനകത്തെ കുടുംബാധിപത്യത്തിനെതിരെ തന്നെയാണ്. മോത്തിലാൽ തുടങ്ങിയിട്ട് വന്നിട്ടുള്ള ആ കുടുംബം മാത്രം മതി, അവർ തീരുമാനിക്കുന്ന ആളുകൾ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ നോക്കേണ്ടത് കഴിവിനെ ആദരിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിവുള്ള നേതാക്കന്മാർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുക, അവരെ പൂജിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലോ. ഓരോ കഴിവുള്ള നേതാവിനെ അതത് സ്ഥാനങ്ങളിൽ കൊടുക്കുക. ഞാനൊക്കെ എത്രയോ ആഗ്രഹിച്ചിരുന്ന കാര്യം, പാർലമെന്റിൽ ലോക്സഭയിൽ നേതാവായിട്ട്, കോൺഗ്രസ് പാർട്ടി നേതാവായിട്ട് ശശി തരൂരിനെ പോലെ ഒരാൾ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ ഞാൻ എത്രയോ തവണ നടന്നുകൊണ്ടിരിക്കും. പാർലമെന്റിന്റെ ആ നടപടികൾ ശ്രദ്ധയോടുകൂടി കാണാറുള്ളതാണ്. എല്ലാ ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും, നരേന്ദ്രമോദി പോലും കൗതുകത്തോടെ വാ തുറന്നിട്ട് കേട്ടിരിക്കും. ഒന്ന് ശശി തരൂരാണ്, രണ്ടാമത് മെഹബൂബ മൈത്ര എന്ന് പറയുന്ന നേതാവാണ്. അവർ കോൺഗ്രസ്സുകാരിയല്ല, എന്നാൽ പോലും TMCയുടെ നേതാവ്. ഈ രണ്ടു പേരും വിഷയം അവതരിപ്പിക്കുന്ന തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് അവർ പറയുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല. തരൂരിന്റെ ലോക്സഭയിലെ അവസരവും ഗണ്യമായി കുറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഒരു വെറും MP എന്ന നിലയിൽ അദ്ദേഹത്തിന്, നമുക്കറിയാമല്ലോ, പാർലമെന്റിൽ പ്രസംഗിക്കണമെങ്കിൽ നേതാവാണെങ്കിൽ, പാർലമെന്റ് ലോക്സഭാ നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് സമയം കൂടുതൽ കിട്ടും. ഇത് ശശി തരൂരിന് ഒരു പങ്ക് മാത്രമാണ് കിട്ടുക. അദ്ദേഹത്തിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ ശരിക്കും അത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എപ്പോഴാണല്ലോ രാഹുൽ ഗാന്ധി വരുന്നത്, അതിനു മുമ്പേ നമുക്കറിയാമല്ലോ, അന്നത്തെ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഒരു സോണിയാഗാന്ധി പോലെ അദ്ദേഹത്തെ പാർലമെന്റിൽ വെച്ചിട്ട് വഴക്ക് പറഞ്ഞ് നമുക്കറിയാം. ശരിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്ത ആളെ ലോക്സഭയുടെ നേതാവാക്കി വെച്ചു.
അത്തരം കാര്യങ്ങൾ അപ്പോഴൊക്കെ ശശി തരൂരുണ്ട്. ശശി തരൂരിനെ ആക്കണം എന്നുള്ളതല്ല, അങ്ങനെ കഴിവുള്ള നേതാക്കന്മാർ ആരൊക്കെ ഉണ്ടോ ആ ആളുകളെ അതായത് സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുക. അല്ലാതെ ഈ പാർശ്വവർത്തികളെ, അജ്ഞാനവർത്തികളെ കൊണ്ടുപോകുന്ന ഒരു കുടുംബവും അതിനോട് ചേർന്ന അജ്ഞാനവർത്തികൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ നീണ്ടുപോയേക്കും. പക്ഷേ നമ്മളിപ്പോ കാണേണ്ടത് 2014 അധികാരത്തിൽ വന്നുള്ള BJP ഇനി എന്ന് അധികാരം ഒഴിയുന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊക്കെ സംശയം. കാരണം അതിനെ മറിച്ചിടാൻ പറ്റുന്ന നേതൃത്വം ഇപ്പുറത്തുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതെ, റൈറ്റ്.